ഹായ് ഹലോ, ഒരു Q&A ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മടി കാരണം അതിങ്ങനെ നീണ്ടു പോയി. ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു Q&A ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-12 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിലെല്ലാം നിങ്ങൾ ചോദിച്ചതല്ല, എനിക്ക് പറയാനുള്ളത് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അഷ്ടമി. എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തിനാ പഠിക്കണേ, എവിടെയാ പഠിക്കണേ ആൻഡ് ഏജ്. റിപ്പീറ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം കൂടി ഞാൻ ഒന്നാക്കി. എനിക്കിപ്പോൾ 19 വയസ്സുണ്ട്. ഞാൻ BA സോഷ്യോളജി സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. MG കോളേജിലാണ് തിരുവനന്തപുരത്തെ. ഇദ്ദേഹം പഠിച്ച കോളേജ്. പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റീൽസ് എടുക്കാൻ വീട്ടിൽ സപ്പോർട്ടാണോ. ആക്ച്വലി ഭയങ്കര വലിയ സപ്പോർട്ടായിട്ടില്ല, എന്നാൽ ഇത് ചെയ്യണ്ട അങ്ങനെ പറയത്തില്ല. എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള. ഞാൻ ചിലപ്പോൾ രാവിലെയൊക്കെ ആയിരിക്കും വീഡിയോ എടുക്കാൻ പോണത്. ഞാൻ രാവിലെ എണീക്കേ ചെയ്യാത്തൊരു കൊച്ചാണ്. പക്ഷെ ഇതിന് വേണ്ടി 6 മണിക്കൊക്കെ എണീറ്റ് പോവാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ അതൊന്നും അവർക്ക് പ്രശ്നമില്ല. ഞാൻ പോണത് ചിലപ്പോൾ കുട്ടൻചേട്ടൻ്റെ കൂടെയൊക്കെ ആയിരിക്കും. അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. സപ്പോർട്ടാണോന്ന് വെച്ചാൽ ആണ്. പക്ഷെ അവർ പറയും ഇടയ്ക്കിടയ്ക്ക് ഒരു ജോലിയാണ് വേണ്ടത്, ഒന്നും അല്ല, ഇങ്ങനെയൊക്കെ പറയും. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല എന്ന് പറയും. അവർക്കറിയാം ഞാൻ ചിലപ്പം ഇത് ഇന്നോ നാളെയോ നിർത്തും. ഞാൻ അങ്ങനെയാണ് പണ്ട് മുതലേ. ഓരോന്നിൽ പോയി പിടിക്കും, എന്നിട്ട് അതങ്ങ് മതിയാക്കും. ലൈക്ക് ഞാൻ പണ്ട് ടിക്ടോക്ക് ചെയ്യുമായിരുന്നു, അതും പകുതി വഴി വെച്ച് നിർത്തി. എൻ്റെ ഡ്രോയിങ് വരയ്ക്കണ കഴിവ് കണ്ടിട്ട് ഇവരെന്നെ ഡ്രോയിങ്ങിനെ കൊണ്ടാക്കി. പക്ഷെ 2 ദിവസം പോയതേ ഉള്ളൂ, അപ്പോഴേക്കും ഞാൻ അതും മതിയാക്കി. പോകാനുള്ളൊരു മടി കാരണം. വയലിൻ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. മാമൻ്റെ ഇന്നൊരു വയലിൻ വാങ്ങി വെച്ചു, അത്ര തന്നെ. പോയില്ല. പിന്നെ കരാട്ടെ പഠിക്കാൻ പോയിട്ടുണ്ട്. കരാട്ടെ പഠിക്കാൻ പോയി ഒരു ഇതൊക്കെ ആയി വന്ന് ഒരു ലെവൽ എത്തിയപ്പം അതും മതിയാക്കി. അവർക്കറിയാം ചിലപ്പോൾ ഇത് ഞാൻ ഇന്നോ നാളെയോ നിർത്തിയേക്കാവുന്നൊരു സംഭവമാണ്. എനിക്കും അറിയാം. ചിലപ്പോൾ ഞാൻ ഇന്ന് വിചാരിക്കുക എല്ലാം മതിയേക്കാം. ചിലപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അങ്ങ് ഡിലീറ്റ് ആക്കും. അതുകൊണ്ട് അവർക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യുമെന്ന്. എനിക്കും വലിയ പ്രതീക്ഷയില്ല. കുക്കിംഗ് അറിയോ? കുക്കിംഗ് അറിയില്ല. കുക്കിംഗ് അറിയോ എന്ന് വെച്ചാൽ അറിയില്ല. ചെറിയ സാധനങ്ങളൊക്കെ അറിയാം. ചായ, ദോശ, അപ്പം, അങ്ങനത്തെ സാധനങ്ങൾ. അടുക്കളയിൽ കയറൽ കുറവാ. പെറ്റ് ലവറാണോ? പെറ്റ് ലവർ അല്ല. എനിക്ക് ഒരു പെറ്റ്സിനെയും അങ്ങനെ ഇഷ്ടമല്ല എന്നല്ല, എൻ്റെ വീട്ടിൽ പെറ്റില്ല, പണ്ട് മുതലേ ഇല്ല. പണ്ടൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു പെറ്റ് വേണമെന്ന്. പക്ഷെ അമ്മ സമ്മതിക്കൂല. അമ്മയ്ക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. വീട്ടിൽ പെറ്റ്സ് പാടില്ല. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ വീട്ടിൽ അതേ വെളിയിലൊക്കെ വന്ന് നിൽക്കുന്ന പട്ടിയും പൂച്ചയൊക്കെ ഉണ്ടാവുമല്ലോ, അച്ഛൻ ഇതിനൊക്കെ ഫുഡ് കൊടുക്കും. ഇപ്പം നമുക്ക് വെളിയിലൊരു പട്ടിയുണ്ട്, അതിന് എന്നും അച്ഛൻ ഫുഡ് കൊടുക്കും. നമ്മൾ വാങ്ങിച്ചതോ ഒന്നും അല്ലാത്ത ഇവിടെ കിടന്ന് തന്നെ വളർന്ന ഒരു പട്ടിയാണ്. അതിനെന്നും ഫുഡ് വാങ്ങിക്കൊണ്ട് കൊടുക്കും. അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് അങ്ങനെ ചെയ്യണേൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈക്ക് ഓടിക്കാൻ പഠിച്ച സ്റ്റോറി. അതിലങ്ങനെ സ്റ്റോറി എന്നൊന്നുമില്ല. ഞാനൊരു 6ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ ഒരു സമയത്ത് സ്കൂട്ടി ഓടിക്കാൻ പഠിച്ചായിരുന്നു. അച്ഛൻ പഠിപ്പിക്കും. അച്ഛന് ഭയങ്കര ആഗ്രഹം വണ്ടിയെല്ലാം പഠിച്ചിരിക്കണം എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 7ാം ക്ലാസ് കഴിഞ്ഞ ആ ഒരു ടൈമിൽ ബൈക്ക് ഓടിക്കാൻ പഠിച്ചു. അച്ഛൻ പഠിപ്പിച്ചു തന്നതാണ്. അപ്പോഴൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനോ റോഡിൽ ഇറങ്ങാനോ പറ്റത്തില്ലല്ലോ. ജസ്റ്റ് പഠിച്ചതേ ഉള്ളൂ. പിന്നെ ഓടിക്കാതെയൊക്കെ ആയി. ടച്ച് അങ്ങ് പോയി. പിന്നെ 18 വയസ്സായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ലൈസൻസ് എടുക്കാൻ പോയി. ലൈസൻസ് ഒക്കെ കിട്ടി. നമുക്കൊന്ന് വീഡിയോസിൻ്റെ ഒക്കെ ഒരു ലെവലൊന്ന് മാറ്റി പിടിക്കണം എന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ബൈക്ക് പഠിച്ച് സെറ്റായത്. അപ്പോൾ പിന്നെ ബൈക്കിൻ്റെ വീഡിയോസ് ഇടാൻ തുടങ്ങി. എനിക്കറിയാം എൻ്റെ യൂട്യൂബിൽ ഇപ്പോൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും എൻ്റെ ആ ഒരു ബൈക്കിൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നവരാണ്. ലൈസൻസ് എടുക്കുന്നതിന് മുന്നേ ഞാൻ ബൈക്ക് പഠിച്ചെങ്കിലും അപ്പോൾ വീഡിയോ ഇടാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ വണ്ടി പുറത്ത് ഓടിക്കുന്ന വീഡിയോ ഇടാൻ. അതിനു മുന്നേ ഞാൻ വണ്ടിയിൽ ജസ്റ്റ് ഇരിക്കുന്ന ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലൈസൻസ് കിട്ടിയ ശേഷമാണ് വീഡിയോസ് റീൽസ് ആയിട്ട് ഇടാൻ തുടങ്ങിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടായ സാഹചര്യം. ഞാൻ ആക്ച്വലി വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. കുറച്ച് നാളെന്ന് പറയുമ്പോൾ കോളേജ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള വെക്കേഷൻ ഉണ്ടല്ലോ, +2 കഴിഞ്ഞുള്ള വെക്കേഷൻ, ആ ഒരു സമയത്താണ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു വീഡിയോസ് ഒന്നും ഇടാനായിട്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചതും ഇല്ല.
അങ്ങനെയൊക്കെ വീഡിയോസൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമെന്ന്. ടിക്ടോക്കൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ കുട്ടൻ ചേട്ടനൊക്കെ അറിയാം, കണ്ടിട്ടുണ്ട്. കുട്ടൻ ചേട്ടൻ ഇങ്ങനെ പറയും വീഡിയോസ് ഇട്, നല്ലതായിരിക്കും, റീൽസ് ഇട്, പോസ്റ്റ് ചെയ്യും. എനിക്കാണെങ്കിൽ നാണം, ഒരു അയ്യോ അവരൊക്കെ എന്ത് വിചാരിക്കും, എല്ലാവരും എന്ത് വിചാരിക്കും അങ്ങനെ. പക്ഷെ കുട്ടൻ ചേട്ടന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, വീഡിയോസ് ഇട് എന്ന് പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ ഒരു ഭയങ്കര, ഞാൻ ടിക്ടോക്കിൽ കോമഡി വീഡിയോസ് ഒക്കെയാണ് കൂടുതൽ ചെയ്തിട്ടുണ്ട്, സിനിമ ഡയലോഗ്സ് ഒക്കെ. അപ്പം ഇങ്ങനെ പാട്ട് പാടി ചിരിച്ചൊക്കെ കാണിക്കാനുള്ള കോൺഫിഡൻസ് എനിക്ക് ഒട്ടും ഇല്ലായിരുന്നു. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് റീൽസിൽ മറ്റേ ട്രെൻഡ് വന്നത്, ഒരു പട്ടണത്തിൽ കൊട്ടക്കയിൽ സിനിമ ആ ഒരു സംഭവം ഇറങ്ങിയത്. അപ്പോൾ അതെനിക്ക് കുറച്ച് കൊള്ളാം. അതൊരു പാട്ടാണെന്നുള്ളതിലുപരി അത് കുറച്ച് ആക്ഷനൊക്കെ ഇട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റെ ഒരു ഇത് ഓക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി, ഞാനത് ചെയ്തു. പക്ഷെ പോസ്റ്റ് ചെയ്യാനൊന്നും ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു. ഞാൻ ആ വീഡിയോ എടുത്ത് കുട്ടൻ ചേട്ടനെ കാണിച്ചു കൊടുത്ത്, അപ്പോൾ ഇട് ഇത് കൊള്ളാം, നീ ഇട് എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. ഞാൻ ആൾക്കാരൊക്കെ എന്താ പറയും, നീ ഇട്ട് നോക്ക്, കൊള്ളില്ലെങ്കിൽ പിന്നീട് നമുക്ക് ഹൈഡ് ആക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ പോസ്റ്റ് ചെയ്യാം. എനിക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഞാനത് പോസ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരു റീച്ച് അതിന് കിട്ടി. റീച്ച് എന്ന് പറയുമ്പോൾ ആ ലെവലല്ല, നമ്മളൊരു സാധാരണ വീഡിയോസ് ഇട്ട് തുടങ്ങുമ്പോൾ ഒരു ചെറിയ റീച്ചൊക്കെ വന്നാൽ നമുക്കത് ഭയങ്കര ഒരു ഇതായിരിക്കുമല്ലോ, അങ്ങനത്തെ ഒരു റീച്ച്. ഞാൻ നോക്കിയപ്പോൾ അത് 10K വ്യൂസ് കഴിഞ്ഞ് 20K കഴിഞ്ഞ് 30 കഴിഞ്ഞ് ഞാനങ്ങ് അന്തം വിട്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ടെൻഷനായിരുന്നു, അയ്യോ കുറേ പേരൊക്കെ വീഡിയോ കാണുന്നു, അങ്ങനെ ഒരു ടെൻഷനായിരുന്നു എനിക്ക്. പക്ഷെ കുഴപ്പമില്ല, എന്നാലും ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ആയി, കൊള്ളാമല്ലേ വീഡിയോ ഒക്കെ ഇട്ട. പിന്നെ രണ്ടാമത്തെ വീഡിയോ വിഷുവിൻ്റെ ആ ഒരു ടൈമിലാണ് ഇടുന്നത്. അപ്പോഴാണെങ്കിൽ വിഷുവിന് റെഡി ആയിട്ട് ഒരുങ്ങിയൊക്കെ ഇരുന്നിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഞാനത് പോസ്റ്റ് ചെയ്തപ്പം അത് ഫസ്റ്റ് വീഡിയോ ഇട്ടതിനേക്കാളും റീച്ച് അതിന്. എനിക്ക് ഭയങ്കര ഒരു ഇനിയും വീഡിയോസ് ഇടണം എന്നുള്ളൊരു മൈൻഡ് ആവാൻ കാരണം ആ ഒരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോ മറ്റേ വീഡിയോനേക്കാളും റീച്ചായി. അത് 10K ലൈക്ക് കഴിഞ്ഞു, 20K ലൈക്ക് കഴിഞ്ഞു, 30K ലൈക്ക്. അപ്പം ഞാൻ ഭയങ്കര ഒരു വണ്ടർ അടിച്ചൊരു ഫീലായിരുന്നേ. ഒരു ഫസ്റ്റ് ടൈമല്ലേ ഈ വീഡിയോസ് ഒക്കെ ഇടുന്നത്. അപ്പം ഭയങ്കര ഇതെന്താ ഇങ്ങനെ. അപ്പോൾ കുട്ടനേട്ടാ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ശരിയാവുമെന്ന്. പിന്നെ അങ്ങനെ വീഡിയോസ് ഇടാൻ തുടങ്ങി. 2-3 വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഇടുന്ന വീഡിയോസൊക്കെ കുറച്ച് ലോ ആയി, വ്യൂസൊക്കെ കുറയാൻ തുടങ്ങി. പക്ഷെ അന്ന് ഞാനത് അവിടെ വെച്ച് നിർത്തിയിരുന്നെങ്കിൽ അത് അന്നേ തീർന്നേനെ. പക്ഷെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, കുട്ടൻ ചേട്ടൻ അടുത്ത് പറഞ്ഞു, എടി അതങ്ങനെ തന്നെ, ചിലപ്പോൾ കുറച്ച് ഡൗൺ ആവും, ചിലപ്പോൾ പിന്നെയും കയറും. അന്നൊന്നും പക്ഷേ ഞാൻ ഒരു ഡെയിലി വീഡിയോ ഇടണം അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണമെന്നൊന്നും എനിക്കില്ലായിരുന്നു. കുറേ നാളൊക്കെ കഴിഞ്ഞ ശേഷം എനിക്ക് അതൊക്കെ മനസ്സിലായതോ. അങ്ങനെ ഉണ്ടെങ്കിലാണ് കാര്യം. പക്ഷെ ഇപ്പോഴും ഞാൻ അങ്ങനെ ഇടാറില്ല, എങ്കിലും അതെനിക്ക് മനസ്സിലായി. പിന്നെ ഉള്ള ക്വസ്റ്റ്യനാണ് വിയേർഡായിട്ടുള്ള DMs. എനിക്കങ്ങനെ വിയേർഡായിട്ട് പറയാനൊന്നുമില്ല. എൻ്റെ കമൻസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. നെഗറ്റീവ് കമൻസൊക്കെ കുറവെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു 98% നല്ല കമൻസ് ഇടുമ്പോൾ ഒരു 2% അല്ലെങ്കിൽ 1% എന്തെങ്കിലും വന്ന് പറയണ ആൾക്കാരുണ്ട്. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയണവരുണ്ട്. ചിലപ്പോൾ അതൊരു ബാഡ് വേർഡോ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്കൊന്നും തോന്നാറില്ല അതൊന്നും കണ്ടിട്ട്. സീരിയസ്ലി സാധാരണ ഞാൻ ഒരു അയ്യോ അവരെന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷെ കമൻസ് ഒന്നും എന്ത് വന്നാലും എനിക്കൊരു പ്രശ്നമില്ല. DMസിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ എല്ലാം വായിക്കാറുണ്ട്. ഞാൻ നിങ്ങൾക്കൊന്ന് റിപ്ലൈ തരുന്നില്ലെങ്കിൽ ഞാൻ എല്ലാം വായിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇത് തോന്നിയിട്ടുള്ള വെച്ചാൽ പാരഗ്രാഫ് ആയിട്ട് ഇടുമ്പോഴത്തേക്കാണ്. 1-2 പേര് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഒരു ചേട്ടൻ വന്നിട്ട് എനിക്ക് പുറത്ത് ഇന്നൊരു സ്ഥലത്താണ് ജോലി, എനിക്ക് ഇത്ര രൂപ സാലറി ഉണ്ട്, ഞാൻ നോക്കിക്കോളാം, കല്യാണം കഴിച്ചോട്ടെ, പഠിക്കാൻ വിടാം മെസ്സേജ് വന്നു. അതൊക്കെ ഭയങ്കര ഒരു കോമഡി ആയിരുന്നു. അതുപോലെ 1-2-3 പാരഗ്രാഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ഡിവൈസിലാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്? ഇൻഡോർ വീഡിയോസൊക്കെ ഞാൻ ഈ ഒരു ഫോണിലാണ് എടുക്കുന്നത്. ഇതെൻ്റെ ഫോണാണ്, Realme 8S 5G. പിന്നെ പുറത്തു നിന്നുള്ള വീഡിയോസൊക്കെ എൻ്റെ ഒരു കസിൻ ഉണ്ട്, പുള്ളിക്കാരനാണ് എടുത്തു തരുന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. ഇവർ രണ്ടുപേരും ഫോണിലാണ് എടുക്കുന്നത്. കൂടുതലും എൻ്റെ കസിൻ്റെ ഫോണിലാണ് എടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിൻറ്റേജ് വണ്ടികളൊക്കെ എവിടെ നിന്നാ?
വിൻറ്റേജ് വണ്ടികളൊക്കെ കുട്ടൻ ചേട്ടൻ്റെ വണ്ടിയാണ്. അവർക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, ഞാൻ ഇവിടെ കൊടുത്തേക്കാം. വിൻറ്റേജ് വണ്ടികളൊക്കെ വാങ്ങി അങ്ങനെ എന്തോ സെറ്റപ്പാണ്. അപ്പം ഞാനും അത് യൂസ് ചെയ്യാറുണ്ട്, മുതലാക്കാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ എനിക്ക് ലൈസൻസ് ഉണ്ടോ, MVDനെയൊക്കെ ടാഗ് ചെയ്ത് കുറേ പേര് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. എനിക്ക് ലൈസൻസ് ഉണ്ട്, അതിൽ ഞാൻ ഹെൽമെറ്റും വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ MVDനെ ടാഗ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. കുറേ പേര് ചോദിക്കുന്നുണ്ട് ലൈസൻസ് ഉണ്ടോ, 18 വയസ്സായോ എന്നൊക്കെ. സോ അവർക്കുള്ളൊരു മറുപടിയാണ്. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ ബൈ.